وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنْكَرِ. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഇർസത്തെ സഹോദരന്മാരെ സഹോദരിമാരെ, ഒരു മുഖ്യമായ ഒരു വിഷയ ചൊല്ലുകയറ്റിക്കറ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ മുന്നോട്ടുള്ളത്. അതെന്താ ചൊന്നെന്താ സാധാരണ ഞങ്ങളെ ಮೊಬೈಲಲ್ಲಿ ഒരു മെസ്സേജ് വന്നോണ്ടിക്കറ് ഞങ്ങളെ ಅಕೌಂಟ್ರೆ ಕಾಸೆಲ್ಲ ಲೂಟ್ರೆ പോലത്തെ വോയിസ് കോൾ ബണ്ട് നിങ്ങളെ കാസറ ലൂട്ടറാറ്, അതുപോലെ മേത്തിൽ നിങ്ങൾ ജാഗ്രത ആയിട്ടിക്കോറു ഇങ്ങനത്തെ കോളറെ വിഷയത്തിൽ. അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു മുന്നെച്ചരിക്കയുടെ വിഷയത്തിലുള്ള മെസ്സേജ് അല്ല ഞങ്ങൾക്ക് ಬೇರೆ ಬೇರೆ ರೂಪത്തിൽ ആൾമാർ ഞങ്ങളെ ലൂട്ടുമ്പോഴത്തേക്കും മെസ്സേജിങ് പണ്ട്. അതുപോലെ തന്നെ ഒരു അതിരകാണ്ട് വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വിഷയത്തെ മുന്നെച്ചരിക്ക തറകയറ്റിക്കറി ഈ സന്ദർഭത്തിൽ നിങ്ങൾ മുന്നോട്ട് ചൊന്നുള്ളത്. അതെന്താ ചൊന്നെന്തായെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയത്തിലെല്ലാം നിങ്ങൾക്ക് കാണാം. ഒരു ഉസ്താദ് വന്ന് ചൊല്ലുന്നത് ആ വീഡിയോ നിങ്ങൾ നോക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിപ്പോൾ ഉള്ളത് പെരിയ നൈനാർ ഉപ്പാപ്പയുടെ ദർഗയുടെ അരികിലാണ്. നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ പാമ്പുകളുടെ ശല്യമോ മറ്റോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മുട്ട നേർച്ചയാക്കുകയും പാല് നേർച്ചയാക്കുകയും ചെയ്താൽ ആ പാമ്പിന്റെ ശല്യം പൂർണ്ണമായി മാറിക്കിട്ടും എന്നാണ് ഇവിടുത്തെ മഹാത്ഭുതം. ആ പാമ്പുകൾക്ക് മുട്ടയും പാലും വെച്ചു കൊടുക്കുന്ന സ്ഥലവും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അല്ലാഹു തആല അത്തരം ശല്യങ്ങളിൽ നിന്നൊക്കെ നമ്മയും കുടുംബത്തിനെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಈ ವಿಡಿಯೋತ್ಲು ಇಲ್ಲಿ ಎಂದ್ರೆ ಚೊಲ್ರೆ ಚೊಂದೆಂತಾಯಂಗಿ ಒಂದು ಉಪ್ಪಾಪರೆ ದರ್ಗತೆ ವಿಷಯ ಚೊಲ್ರು ಪೆರಿಯ ನಾಯನಾರ್ ಉಪ್ಪಾಪ ಅಂಚೊಂದು ಅವಡೆಂದ್ರೆ ವಲ್ಲ ಪ್ರತ್ಯೇಕತೆ ಅದ್ರ ಮಹಾನ್ ಅವಡೆಂದ್ರೆ ಚೊಂದೆಂತಾಯಂಗಿ ಆಲ್ಮಾರು ಈ ಔತುಲು ಪಾಂಬುರೆ ಉಪದ್ರ ಅದು ಎಡಿಗೆಲ್ಲ ಬಂದೆಂತಾಯಂಗಿ അവിടെ പോയിട്ട് മുട്ട പാലെല്ലാം നേർച്ച ಹಾಕೊಡುವಲ್ಲ. അവിടെ പാലുക്ക് ഈ പാമ്പുക്ക് മുട്ട പാലെല്ലാം ಬೇಕು ಜಾಗ ಉಂಟು ಚೊಂದು ഔദുബില്ല. ഒരു ഇസ്ലാമുരെ വേഷ ധരിച്ചിട്ട് ഒരു ഇസ്ലാമുരെ പ്രബോധനാക്കുന്ന ആളും ചൊന്തു ഈ ഉസ്താദ്മാർ മുന്നോൽ ಬಂತು കാട്ടുന്നത് പാമ്പുരെ ആരാധനാക്കരെ പോലത്തെ ഒരു അവസ്ഥ. ഈ പാമ്പുരെ നിയന്ത്രണമുള്ള ഈ പെരിയ നായനാർ ഉപ്പാപ്പ ഏലിന്റെ നാഗരാജമ്മ ഇങ്ങനെ ഒരു സിദ്ധാന്ത ഇസ്ലാമിൽ ഉണ്ടാ? നോക്കൊരു ഒരു അവസ്ഥ നോക്കൊരു. അള്ളാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിക്ക് ഒരു കിടാവ് ജനിച്ചു പോകുന്നതിൽ പിന്നെ മരിക്കിരോത്തോളൂ. ഒരു മനുഷ്യ സുബൈക്ക് ജാവ് വരങ്ങിയാൽ പിന്നെ സുബൈ എഞ്ചാൽ പിന്നെ ജാവ് വറങ്ങിറോത്തോളൂ. ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തില് എന്തെല്ലാം പരീക്ഷണങ്ങൾ അടിങ്ങിറങ്ങ ಬಂದೆಂತಾയെങ്കും ദുആ പഠിപ്പാട്ടിയത് ഹദീസിലെ കിതാബിൽ കാണാ, ഖുർആനിൽ കാണാ, റബ്ബന റബ്ബന അല്ലാഹുമ്മ അല്ലാഹുമ്മ ചൊല്ലും. ഇങ്ങനെ ഇസ്ലാമിൽ പഠിപ്പാട്ടിരിക്കുമ്പോഴത്തേക്കു ഈ മുസ്ലിയാർ വന്ന് നിങ്ങളവത്തൊരു പാമ്പുര ശല്യം ഉണ്ടാ, നിങ്ങളവത്ത് എടിങ്ങാറുണ്ടാ, നിങ്ങളെല്ലാവരും ഈ ദർഗത്തേക്ക് ബറു, ഈ വലിയ മുട്ട ബറു, ഇങ്ങനെ എത്തിക്കറ് ഇങ്ങ ഇസ്ലാമുരെ ചിത്രീകരണ ആക്കರೆ. പാമ്പുരെ ആരാധിക്കര പോലത്തെ ഒരു കൗം, പാമ്പുരെ നിയന്ത്രണ ഉള്ള പോലത്തെ ഒരു ഉപ്പാപ്പ, ഇങ്ങനെയുള്ള എത്തിക്കറ് പരിചയാക്കരെ. അപ്പൊ ഇത് ഇങ്ങനെ ഇക്കുമ്പോഴത്തേക്കും മറ്റേ അന്യധർമ്മത്തെ ആൾമാർക്ക് എനിക്ക് എന്തൊരു വ്യത്യാസമില്ല. അങ്ങും പാമ്പുരെ ആരാധനാക്കാറ്, അങ്ങും കട്ടങ്ങ ഉണ്ടു, അങ്ങും പാമ്പുരെ രക്ഷണക്ക് വെണ്മയത്ത് പാമ്പും പാലും മുട്ട ഇങ്ങനത്തെ എല്ലാം വെക്കാറ്. ഞങ്ങളെ ആൾമാർ ഇങ്ങനെ മേക്കോ തുള്ളാറ്. ഇതേ എത്തിക്കറ് ഈ മുസ്ലിയാക്കന്മാർ ആൾമാരെ അങ്ങനെ ഈമാനിരെ ലൂട്ടത് എത്തിക്കറ്. അതിന്റെ വിഷയത്തിൽ ഒരു മുന്നെച്ചരിക്ക എത്തിക്കത്താകെ പോണ്ടത്. ഞങ്ങ കണ്ണു മുച്ചിട്ട് ഈ മുസ്ലിയാക്കന്മാരെ തലക്കെട്ടും അതും ഇതും ഇങ്ങനെ പൽക്കത്തെ അങ്ങനെ പ്രസംഗത്തിന് മറുളായിട്ട് അങ്ങനെ പേരുള്ള പോയെന്തായെങ്കിൽ അങ്ങ് കൊമ്പോണ്ടത് നരകത്ത് കയറ്റിക്കറ് കാലകാലം. ദുനിയാവിലന്തും കംപ്ലീറ്റ് ബർബാദാവരെ പോലത്തെ ഒരു അവസ്ഥ. എത്ര ദർഗത്ത് ആൾമാർ കഷ്ടത്തിന് വെന്മയത്ത് അവിടെ പോയിട്ട് നേർച്ച വയ്ക്കര്, ഇവിടെ പോയിട്ട് നേർച്ച വയ്ക്കര്, അവിടെ കാശ് കൊടുക്കര്, കഷ്ടപരിഹാരം കിട്ടുക വെന്മയത്ത്. അള്ളാഹുരെ മേൽ തവക്കുലാക്കിയിട്ട് റബ്ബുരൊട്ടിಗೆ ದುವಾರ್ಕಾಲೆ, റബ്ബുട്ടിಗೆ ಕೇಕು ಪಡಿಪಾಟಿದ್ದು. ഒരു മുസ്ലിമായ മനുഷ്യ അവൻ കൈ കെട്ടിട്ട് അള്ളാഹുരൊട്ടിಗೆ ನಾನು ನಿಂಡೆ ಮಾತ್ರ ಇಯ್ಯಾಕ ನಅಬುದು ವ ಇಯ್ಯಾಕ ನಸ್ತഈನ್ ചൊല്ലുற. ഫർള് നിസ്കാരത്തിലും അതല്ലാത്ത സുന്നത്ത് നിസ്കാരത്തിലും ഞങ്ങൾ നിന്റെ മാത്രമേ ഇബാദത്ത് എടുക്കണം, ഞങ്ങൾ നിന്റെ ഒട്ടിಗೆ മാത്രമേ സഹായത്തെ കേൾക്കണം. നിസ്കാര കൈ കെട്ടിയ സാത്തിಗೆ ವಜ್ಜಹತುಲ್ ചൊല്ലുற ಅಂದ್ರೆ ಅವನು ನಂಡೆ ನಿಸ್ಕಾರ ಇನ್ನ ಸ್ವಲಾತಿ ವನುಸುಕಿ ವಮಹಯಾಯ ವಮಮಾತಿ, ನಂಡೆ ಬಲಿ ಕರ್ಮ, ನಂಡೆ ಹಯಾತ್, ನಂಡೆ ಮೌತ್ എല്ലാം സർവ്വലോകത്തെ റബ്ബായ അള്ളാഹു കൈത്തിക്കരുത്. ഇങ്ങനെ ചൊല്ലുற ഒരു മുസ്ലിമുക്കു ഇനി പാമ്പുര അടിങ്ങാറല്ല, ഇനി ഏത് അടിങ്ങാറ് പണ്ടെന്തായെങ്കിൽ ഏതാ ഒരു ദർഗത്ത് പോയിട്ട് ആ മനുഷ്യ അവിടെ പോയിട്ട് പാമ്പുക്കും പിന്നെ ബാക്കി അവിടെ ഇതൊക്കെല്ലാം
മുട്ടൻ പാൽ വയ്ക്കുന്ന നേർച്ച വയ്ക്കുന്ന പോലത്തെ ഗതികേട് എങ്ങനെ ಬಂತು അള്ളാഹുക്ക് കൊടുക്കുന്ന ഇബാദത്ത് അള്ളാഹു അല്ലാത്തಂಗೆ കൊടുക്കുക. ಇದು ஒரு ಜಾಗ ಎಂತಾಂಗಿ ಇನ್ನೊಂದು ಜಾಗದಲ್ಲಿ ஒரு ಉಸ್ತಾದ್ ಪಡಿಪಾಟ್ರೆ ನೋಕೋರು. ಆ ಉಸ್ತಾದ್ ಎಲ್ಲ ಮಕ್ಕಳ ದೀಪಾಟಿದ್ದು പടിപ്പാട്ട് ഒരു വീഡിയോ ഉണ്ട് നോക്കൂ നിങ്ങൾ. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ. ഉങ്ങളിൽ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരേ. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ. ഉങ്ങളിൽ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരേ. ഇതിലെന്തൊരു ഉസ്താദ് ചൊല്ലേ കാക്കണി നങ്ങലെ ഷേഖോരെ ഷേഖാരുടെ മടവൂർ ഷേഖ് ചൊന്തല്ല ഒരാള് അയാളൊരു മാനസിക രോഗിയായി തിക്കറ് ഒരു കാലഘട്ടത്തിൽ ജീവിച്ചത്. ഓക്കെ, അയാളെ അവസ്ഥ അങ്ങനെ ആയിത്തു, അത് ഉള്ളതല്ലേ. സാധാരണ മനുഷ്യന്മാർ രോഗിയാവുറാറ് പിറാന്താവറ് എന്തെല്ലാവരും. അപ്പൊ ഈ ആളുമാര് അങ്ങനെ വിളിച്ചിട്ട് എന്തിനാ നിങ്ങളല്ലാത്ത ഞങ്ങൾക്ക് വേറെ ഒരു കാവലും ഇല്ല, ഒരു രക്ഷണവും ഇല്ല എന്ന് ചൊന്നു മക്കൾക്ക് പഠിപ്പാട്ടെ കാക്കാനെ നങ്ങലെ ഷേഖോരെ, നോക്കനെ നങ്ങലെ മടവൂരെ ചൊന്നു. നഊദുബില്ല. അപ്പൊ ഊടെ കഥാനായക മടവൂർ ഷേഖ്, ഊടെ ഇന്നൊരു ജാഗയില് പെരിയ നായനാർ ഉപ്പാപ്പ അയാളെ എത്തിക്കണം. ചില ജാഗയിൽ ഇയാൾക്ക് കൺട്രോളും, ചില ജാഗയിൽ ഉസ്താദ്മാർ അയാൾ മടവൂർ ഷേഖ് മുദബ്ബിറുൽ ആലം ചൊന്നു, ലോകത്തെ നിയന്ത്രണാക്കുന്ന ആലം. അപ്പൊ അയാൾക്ക് ഇവിടെ പാമ്പുര രക്ഷണ അയാൾക്ക് ആക്കുകയില്ലേ. അപ്പൊ അത് ഓരോ ജാഗയിലും ഓരോ ആൾമാരെ ഇങ്ങനെ നിയന്ത്രണമാക്കി വെച്ചത്. ചില സന്ദർഭത്തിൽ മടവൂർ ഷേഖ് വലിയ ആൾ, ചില സന്ദർഭത്തിൽ മൊയ്തീൻ ഷേഖ് ഭയങ്കര വലിയ ആള്, ചില സന്ദർഭത്തിൽ റിഫായ് ഷേഖ് വലിയ ആള്, ചില സന്ദർഭത്തിൽ ഇന്നൊരു ഷേഖ് വലിയ ആള്. ഇങ്ങനെ ഷേഖായ ഷേഖ് ജാഗയ്ക്ക് ദർഗായ ദർഗത്തിക്ക് എല്ലാ ജാഗ പോയിട്ട് നേർച്ച ബൈക്കും ഒട്ടാസി സമ്പത്ത് ലൂട്ടറെ പോലത്തെ ഒരു അവസ്ഥ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ സൂറത്തുൽ ഗാഫിർ 60ാമത്തെ ആയത്തിൽ ചൊന്നത് വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളെ റബ്ബ് ചൊല്ലുക, നിങ്ങളെ റബ്ബ് ചൊന്ന എന്തേ ഉദ്ഊനി നണ്ടൊട്ടിക്ക് നിങ്ങൾ ദുആർക്കോറു അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തര തന്റെ. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഖണ്ഡിതമായി തങ്ങ നന്റെ ഇബാദത്തിൽ നിന്നിട്ട് ആരാധന നിന്നിട്ട് അഹങ്കരിച്ച പോലത്തെ ആളുമാർ അങ്ങ് ഖണ്ഡിതമായിട്ട് അങ്ങ് അപമാനത്തിലായിട്ട് നരകത്തിൽ പ്രവേശിക്കുവാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഗാഫിർ 60ാമത്തെ ആയത്തിൽ പഠിപ്പാട്ടിയത്. അതേ തിക്ർ കാണ്ടത് മടവൂർ ഷേഖ് വിളിച്ച് ദുആർക്കരെ പോലത്തെ കൗം പാവപ്പെട്ട മക്കളെ വിളിച്ച് ദർസ് പഠിക്കുന്ന മക്കൾക്ക് പോലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ദുആർക്ക് പഠിപ്പാട്ടിയാൻ തുള്ളാർ. ഇത് കഴിത്ത് കഷ്ടപ്പെട്ട പോലത്തെ തോക്കെ സഖാഫിയും പിന്നെ ഹസൻ സുഹറിയും പിന്നെ ഒരുപാട് മുസ്ലിയാക്കന്മാർ നൗഫൽ മദനിമാർ നൗഫൽ ഖലാസാൻ ചൊല്ലുന്ന മനുഷ്യൻ ഇങ്ങനെ ഒരുപാട് മുസ്ലിയാക്കന്മാർ ಇದಕ್ಕೆ ಬೇರೆ ಅಂದ್ರೆ ಅಲ್ಲಾಹು ಚೊಂತು ಬಿಯಾರ್ಚಿತ್ತಿಲ್ಲ ಮಯ್ಯಾವು ಅಲ್ಲಾಹು ಚೊಂತು ಬಿಯಾರ್ಚಿಲ್ಲಂಗಾಯ್ತು ರಬ್ಬುನ್ ಚೊಂತು ಬಿಯಾರ್ಚಿಲ್ಲಂಗಾಯ್ತು ಅಲ್ಲಾಹು ಕೊಡ್ತೆ ಕಾರ್ಯವನ್ನು ಚೊಲ್ಲರ ಸಿದ್ಧಾಂತತೆ ഒരു എന്തും കടകൊടില്ലാത്ത പോലത്തെ സിദ്ധാന്തത്തെ വെച്ച് കൊടുത്താറ്. എല്ലാ ജാഗയിലും എല്ലാ ആൾമാർ ആരാധിക്കോ തുടങ്ങിയാറ്. അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടു അവൻ സഹായിക്കറ ഈ ഷേഖ് ആ ഷേഖ് മറ ഉപ്പാപ്പ കല്ല് ഉപ്പാപ്പ പിന്നൊന്നും മറ്റേത് എല്ലാം ദർഗയ്ക്ക് വിളിച്ചു കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ചൊന്ന ആർ അള്ളാഹു ഒരൊട്ടിಗೆ ಶಿರ್ಕಾಕ್ಯಾನ ಇನ್ನಹು ಯುಶ್ರಿಕ್ ಬಿಲ್ಲಾಹ್ ಫഖದ್ ಹರ್ರಮ ಅಲ್ಲಾಹು ಅಲೈಹಿ ಜನ್ನ ಅವನಿಗೆ ಸ್ವರ್ಗ ನಿಷಿದ್ಧೈತಿಕ್ಕರ ವಮಅವಾಹು ನಾರ್ ಅವನಿಗೆ ಜಾಗ ನರಗೈತಿಕ್ಕರ ವಮಾ ಲಿzzಾಲಿಮೀನ മിൻ അൻസാർ. അങ്ങനത്തെ അക്രമിയായ ആളുമാർക്ക് ഒരു സഹായത്ത് ഒരാളും കിട്ടാലാണ്. അതുകൊണ്ട് സഹോദരന്മാരെ ഈ ഒരു മുന്നെച്ചരിക്കയിട്ട് തണ്ടേതാണ്. ഈ മുസ്ലിയാക്കന്മാരെ വിഷയത്തിൽ ജാഗ്രത ആക്കണം. നിങ്ങൾ ഖുർആൻ എന്തിരെ സുന്നത്ത് എന്തിരെ റസൂൽ ഹദീത്ത് എന്തിരെ സ്വഹാബത്ത് ഇങ്ങനത്തതൊന്നും പരിചയമില്ല. അങ്ങനെ ഇങ്ങനെ ഒരു മുട്ട നേർച്ചയാക്കും അതല്ലേ ഒരു പാൽ നേർച്ചയാക്കും ദർഗ ചുറ്റി അങ്ങമല്ല അങ്ങ് ഒരു ഏതാ ഒരു ഷേഖരമ കഴിഞ്ഞു പോയ നബിമാരമ വിളിച്ച് ദുവാർന്നങ്ങല്ല. അങ്ങനെ എല്ലാ കഷ്ടത്തും എല്ലാ പ്രയാസം എല്ലാ ബേജാറ് വരുമ്പോഴത്തേക്കും അങ്ങ് കണ്ടതായ ഒരേ ഒരു കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ പരിഹാരം കണ്ടത് അള്ളാഹുരൊട്ടിಗೆ ദുവാർക്കരതൈത്തിക്കറ റബ്ബുരൊട്ടിಗೆ ദുവാർന്നാർ നബിമാരും സ്വഹാബത്തും ഞങ്ങൾ നബിയും പടിപ്പാട്ടിത്ത് ഈ ഉമ്മത്ത് ആ തീർന്നു പോയെങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ. അതല്ലെന്തായെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും പരാജയം ചൊല്ലത് മനസ്സിലാക്കി വയ്ക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനൊരു സന്ദേശം നല്ലപോലെ ഉൾക്കൊണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കുന്ന പോലത്തെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.